ആരോഗ്യമന്ത്രിയുടെ ആരോഗ്യനില സംബന്ധിച്ച് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. ആരോഗ്യസ്ഥിതി നേരിയ ആശ്വാസം എന്നാണ് മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നത്. രക്തസമ്മർദ്ദം നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. അടിയന്തര ശസ്ത്രക്രിയ ഇപ്പോൾ വേണ്ടതില്ല എന്നാണ് മെഡിക്കൽ ബോർഡിന്റെ ഒരു വിലയിരുത്തൽ. മന്ത്രിക്ക് നിരന്തര നിരീക്ഷണം ആവശ്യം വരുമെന്നും ICUവിൽ തന്നെ ചികിത്സ തുടരുമെന്നാണ് മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാക്കുന്നത്. അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അഭിജിത്ത്, ആരോഗ്യമന്ത്രിയുടെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നതാണോ മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നത്? ICUവിൽ തുടരുകയാണോ? എന്ത് ചികിത്സയാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്? വിനീത, തീർച്ചയായും ആരോഗ്യമന്ത്രിയുടെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്ന് മെഡിക്കൽ ബോർഡ് വിലയിരുത്തുകയാണ്. പ്രത്യക്ഷത്തിൽ വലിയ പരിക്കുകൾ കാണാനില്ല എങ്കിൽ കൂടി ആന്തരികമായി ഏറ്റ ക്ഷതം അത് വലിയ ബുദ്ധിമുട്ട് മന്ത്രിക്കുണ്ടാക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിൽ ICUവിലാണ് മന്ത്രിയുള്ളത്. ഈ കഴുത്തിലെ കശേരുക്കൾക്കിടയിലുള്ള ഡിസ്കുകൾ അമർന്നതാണ് ഈ വേദനയ്ക്ക് കാരണം എന്നുള്ളതാണ് MRI സ്കാനിങ്ങിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത്. എന്നാൽ അടിയന്തരമായി ഒരു ശസ്ത്രക്രിയയുടെ ആവശ്യമില്ല. പെയിൻ പ്രോട്ടോകോൾ പ്രകാരമുള്ള മരുന്നുകൾ മന്ത്രിക്ക് നൽകുന്നുണ്ട്. അങ്ങനെ ഈ വേദന കുറയ്ക്കുന്നതിനാവശ്യമായ നടപടികളാണ് മെഡിക്കൽ സംഘം സ്വീകരിച്ചു വരുന്നത്. അതേസമയം തന്നെ ഈ രക്തസമ്മർദ്ദം ഉയരുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം അതുണ്ട്. ആ രീതിയിലുള്ള ശാരീരിക അസ്വസ്ഥതകളും മന്ത്രിക്കുണ്ട്. അതും ഈ മരുന്നുകൾ നൽകിയാണ് ലഘൂകരിച്ചു വരുന്നത്. നിലവിൽ ഈ ICUവിൽ നിന്ന് മന്ത്രിയെ പുറത്തിറക്കാൻ കഴിയില്ല. അതിനുള്ള പ്രധാനപ്പെട്ട കാരണവും ഈ ശാരീരിക അസ്വസ്ഥതകൾ അത് മന്ത്രിക്ക് ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യേണ്ട സാഹചര്യവും നിലവിലില്ല. യാത്ര ചെയ്യുന്നത് ഒരു പക്ഷേ ഈ വേദനയൊക്കെ അധികമാക്കാനുള്ളൊരു സാധ്യത അത് ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു. അതിനാൽ ഉടൻ തന്നെ ഒരു ഡിസ്ചാർജിലേക്ക് കടക്കാനും നിലവിൽ മെഡിക്കൽ ബോർഡ് നൽകുന്ന വിവരമനുസരിച്ച് അതിനും സാധ്യതയില്ല. ICUവിൽ തന്നെ മന്ത്രി കുറച്ച് ദിവസങ്ങൾ കൂടി തുടരാനാണ് നിലവിലെ സാഹചര്യത്തിൽ സാധ്യത. നിരന്തരമായിട്ടുള്ള നിരീക്ഷണവും ആവശ്യമാണ്. വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അപ്ഡേഷനുകൾ മെഡിക്കൽ ബോർഡിന്റെ ഭാഗത്തുണ്ടാകും. മെഡിക്കൽ ബുള്ളറ്റിൻ ഇന്ന് തന്നെ കൂടുതൽ ബുള്ളറ്റിനുകൾ പുറത്തിറങ്ങും. അതിൽ കൃത്യമായ വിവരങ്ങൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്.